അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞൊരു അവയവമാണ് കണ്ണ്. ഖുർആനിലും തന്നെ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും 2 ആയത്തിലായി അല്ലാഹു തആല വേറിട്ട് ഉപദേശിച്ചൊരു ഉപദേശം കൂടിയാണത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കി നബിയെ, കണ്ണ് നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണ് ചിമ്മട്ടെ. അപ്പൊ സ്വകാര്യതകൾക്ക് വലിയ സംരക്ഷണം കിട്ടും. കണ്ണുകൊണ്ട് നോട്ടം കാണുമ്പോ മനുഷ്യന്റെ ശഹ്വത്ത് പിന്നെ കൂടി 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 വരും. ആദ്യം ഒരു കാഴ്ചയാണ്, പിന്നെ തോന്നും പിന്നൊന്നും കൂടി കാണണമെന്ന്, പിന്നെ തോന്നും അടുത്തുനിന്ന് കാണണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സംസാരിക്കണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സ്പർശിക്കണമെന്ന്, പിന്നെ ബാക്കി എല്ലാം പടിപടിയായി തോന്നിപ്പോകുന്നു. തുടക്കം നോട്ടമാണ്. നിസ്കരിക്കാത്തവർക്ക് വിജയമില്ലേ? ഇല്ലേ, ഇല്ല. ഏറ്റവും കൂടുതൽ മരണത്തിന്റെ നേരത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യൻ നിസ്കാരം പരിഗണിക്കാത്തവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യാത്രയിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, രോഗിയായിട്ടാണെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിന് വിട്ടുവീഴ്ച വരുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. കറക്റ്റ് നിസ്കരിക്കുന്ന കുടുംബമാണോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ. ബറക്കത്തിനൊരു കുറവുണ്ടാകൂല. നിസ്കാരം കളാക്കുന്ന ആളുകൾ ഇടക്കിടക്ക് അവിടെ കയറി വിസിറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ബറക്കത്തിന് നല്ലോണം കുറവും കാണും. നമ്മൾ മാത്രം, ഒരാൾ വീട്ടിൽ ഉപ്പ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ, ഉമ്മ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ. നിസ്കാര പ്രായമെത്തിയ മെമ്പർമാര് മുഴുവനും നിസ്കരിച്ചോളണം. വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട് ഒരു മരുമകള്, മകന്റെ ഭാര്യ, അവരും നിസ്കരിക്കണം. എല്ലാവരും നിസ്കരിക്കണം.